Today we are going to solve a previous question. I will read the question first. You simply listen to the questions. Who is often called England's national poet or the bard of Avon or simply the bard? Bard means poet. It's an archaic word. ഇംഗ്ലണ്ടിൻ്റെ ദേശീയ കവിയായിക്കൊണ്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ദ ബാർഡ് ഓഫ് ഏവൺ. ഏവൺ എന്നുള്ള സ്ഥലത്തായിരുന്നു വില്യം ഷേക്സ്പിയർ ജനിച്ചത്. അതുകൊണ്ട് ഷേക്സ്പിയർ ഈസ് നോൺ ആസ് ദ ബാർഡ് ഓഫ് ഏവൺ ഓർ സിംപ്ലി ദ ബാഡ്. അപ്പോൾ ദ ബാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം ഷേക്സ്പിയർ ആണ്, അല്ലെങ്കിൽ ദ ബാർഡ് ഓഫ് ഏവൺ. ഓക്കെ, the right answer is William Shakespeare. Question 2. He was not of an age, but for all time. Who said this about whom? വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടായി പിന്നീട് മാറി. He was not of an age, but for all time. അദ്ദേഹം ഒരു കാലഘട്ടത്തിൻ്റെതല്ല, എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ഉണ്ടായിരിക്കും എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഓഫ് കോഴ്സ് ബെൻ ജോൺസൺ സെഡ് സോ അബൌട്ട് വില്യം ഷേക്സ്പിയർ. ഓർമ്മിക്കാം, ബെൻ ജോൺസൺ. രണ്ട് ജോൺസൺമാരുണ്ട് ഇംഗ്ലീഷിൽ. ബെൻ ജോൺസൺ വില്യം ഷേക്സ്പിയറിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. ഹി വാസ് നോട്ട് ഓഫ് എൻ ഏജ് ബട്ട് ഫോർ ഓൾ ടൈം. ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്: വില്യം വേർഡ്സ്വർത്ത് അബൌട്ട് മാർലോ, നോ. കീറ്റ്സ് അബൌട്ട് ഷെല്ലി, നോ. Thomas Gray about Milton, no. The right answer is Ben Jonson about William Shakespeare. Okay, next question. It's better to be wild than while esteemed. From which poem the line is taken? It's better to be wild than while esteemed. See, ആ വരിയുടെ അർത്ഥം നോക്കാം. It is better to be wild. It is better to be an evil man than to be considered evil by others എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരാൽ മോശമായിട്ട് എസ്റ്റീം കണക്കാക്കപ്പെടുന്നതിനേക്കാളും നല്ലത് നമ്മൾ ചീത്തയാവുന്നതാണ് എന്നുള്ളതാണ്. ഇറ്റ്സ് ബെറ്റർ ടു ബി വൈൽഡ് ദാൻ വൈൽഡ് എസ്റ്റീംഡ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം വിച്ച് പോം ദ ലൈൻ ഈസ് ടേക്കൺ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം, നിങ്ങൾക്ക് സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പോംസ് എല്ലാം തന്നെ ഓരോ കവിതയും എടുത്തുകൊണ്ട് 2, 3, 4 പ്രാവശ്യമൊക്കെ ആവർത്തിച്ച് വായിക്കാം. വെദർ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ് ഓർ നോട്ട്, അതൊരു പ്രശ്നമേ അല്ല. മനസ്സിലായി? അപ്പോൾ പല പ്രാവശ്യം കവിതകൾ വായിക്കുന്ന അവസരത്തിൽ കുറേ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിലെ വരികൾ മൈൻഡിൽ അവിടെ ഇംപ്രിന്റഡ് ആയിട്ട് മാറും. അപ്പോൾ ഇത് ഷേക്സ്പിയറിൻ്റെ നിങ്ങളുടെ സിലബസിൽ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 121 ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ സിലബസ്. മനസ്സിലായി? ഇപ്പൊ ഷേക്സ്പിയറിന്റെ 121 സോണറ്റിൽ നിന്നും എടുത്തിരിക്കുന്ന വരിയാണ് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽഡ് ദാൻ വൈൽഡ് എസ്റ്റീംഡ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഡാഡി, ഹോം ബരിയൽ എന്നാണ് അത് വേണ്ടത്. ഹോം ബരിയൽ അല്ല, ഒബിച്വറി അല്ല, സോണറ്റ് 121. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ദ മീറ്റർ. അവിടെ മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ 2 സ്പെല്ലിംഗ് ഉണ്ട് മീറ്ററിന്. ബ്രിട്ടീഷ് സ്പെല്ലിംഗ് ഈസ് METRE. അമേരിക്കൻ സ്പെല്ലിംഗ് ഈസ് METER. ഇവിടെ അമേരിക്കൻ സ്പെല്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ദ മീറ്റർ ഓഫ് എ ഷേക്സ്പീരിയൻ സോണറ്റ് ഈസ്. ഷേക്സ്പീരിയൻ സോണറ്റ് എഴുതിയിരിക്കുന്നത് ഏതൊരു മീറ്ററിലാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: അയാംബിക് പെൻറ്റാമീറ്റർ, അയാംബിക് മോണോമീറ്റർ, അയാംബിക് ടെട്രാമീറ്റർ, അയാംബിക് ഹെക്സാമീറ്റർ. വൃത്തം വേർതിരിക്കുന്നതിനെ കുറിച്ച്, റൈംസിനെ കുറിച്ച്, ഫുഡ് കണ്ടെത്തുന്നതിനെ കുറിച്ച്, മീറ്ററിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു സെഷനിൽ ക്ലാസ് നൽകുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഓൾ ഷേക്സ്പീരിയൻ സോണറ്റ്സ് ആർ റിട്ടൺ ഇൻ അയാംബിക് പെൻറ്റാമീറ്റർ. ഓക്കെ, അയാംബിക്കിന്റെ ലക്ഷണം an unstressed syllable is followed by a stressed syllable. Penta means 5 ആണ്. അയാംബിക്കിന്റെ ലക്ഷണം ഒന്നുകൂടി ഓർമ്മിക്കാം. An unstressed syllable is followed by a stressed syllable. Penta means 5. ഷേക്സ്പിയറിന്റെ മിക്കവാറും സോണറ്റുകളൊക്കെ തന്നെ എഴുതിയിരിക്കുന്നത് എന്തിലാണ്? അയാംബിക് പെൻറ്റാമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who was Shakespeare's patron? Whom did Shakespeare commemorate in the sonnets? It's a very important question.
വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മേ ബി റിപ്പീറ്റഡ്ലി ആസ്ക്ഡ്, വീണ്ടും വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഷേക്സ്പിയറിന്റെ പേട്രൺ, പേട്രൺ മീൻസ് പ്രൊട്ടക്ടർ. ഒരു കാലഘട്ടത്തിൽ കവികൾക്കൊക്കെ സംരക്ഷകരുണ്ടായിരുന്നു. അവർക്ക് ജീവിക്കാൻ വേണ്ട പെൻഷനോ മറ്റെല്ലാം നൽകി അവരെ സംരക്ഷിച്ചു പോന്നവരെ. അതോടൊപ്പം തന്നെ ഷേക്സ്പിയർ സ്മരിക്കുന്ന, അദ്ദേഹത്തിന്റെ സോണറ്റിൽ സ്മരിക്കുന്ന പാട്രൺ ഷേക്സ്പിയറിന്റെ പാട്രനെ തന്നെയാണ്. 1 മുതൽ 127 വരെ സോണറ്റ്സിൽ ഇദ്ദേഹത്തിനെ കമോമറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻസർ മറ്റൊന്നുമല്ല, ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ ഏൾ ഓഫ് സ്യൂറി, ദ ഏൾ ഓഫ് വെസെക്സ്, ദ ഏൾ ഓഫ് സതാംപ്റ്റൺ, നൺ ഓഫ് ദീസ്. ഷേക്സ്പിയേഴ്സ് പാട്രൺ വാസ് ദ ഏൾ ഓഫ് സതാംപ്റ്റൺ. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. അത് ഓർമ്മിക്കട്ടോ. ഷേക്സ്പിയറിന്റെ പാട്രൺ ആയിക്കൊണ്ട് അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മറ്റാരുമല്ല, ദ ഏൾ ഓഫ് സതാംപ്റ്റൺ. സതാംപ്റ്റണിലെ ഏൾ അല്ലെങ്കിൽ പ്രഭുവായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷേക്സ്പിയർ ഹാസ് റിട്ടൺ ഡാഷ് സോണറ്റ്സ്. കേട്ട് കേട്ട് അത് ബൈഹാർട്ട് ആയി കാണും. ഷേക്സ്പിയർ ഹാസ് റിട്ടൺ 154 sonnets. Shakespeare has written 154 sonnets. 2 long poems, around 37, 38, 39. ഒരു കൃത്യമായിട്ടുള്ള കണക്കില്ല, എന്നിരുന്നാലും പക്ഷെ സോണറ്റ്സിന്റെ അക്യുറേറ്റ്, പ്രിസൈസ്, കൃത്യമാണ്. ഷേക്സ്പിയർ 154 സോണറ്റുകളാണ് എഴുതിയിട്ടുള്ളത്. 2 ലോങ് പോയംസ്, 2 നീണ്ട കാവ്യങ്ങൾ. 37 പ്ലേസ്. പ്ലേസിന്റെ കാര്യത്തിൽ, നാടകങ്ങളുടെ കാര്യത്തിൽ എന്താണ് ചിന്തകർക്കിടയിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഷേക്സ്പിയർ ഹാസ് റിട്ടൺ 37 പ്ലേസ് എന്നുള്ളതാണ്. ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് 154. ഓക്കെ. എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് വാസ് റിട്ടൺ ബൈ. നല്ല മലയാളത്തിൽ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞ അവസരത്തിൽ അതിനൊരു നല്ല മലയാളം കണ്ടെത്തിയ ഫ്രേസിന് കൊടുത്ത് വിലാപം വിലക്കിക്കൊണ്ടുള്ള ഒരു യാത്രാമൊഴി. വാലഡിക്ഷൻ മീൻസ് എൻ ആക്ട് ഓഫ് സെയിങ് ഗുഡ് ബൈ ടു സംവൺ. ആരോടെങ്കിലും യാത്ര പോകുന്ന അവസരത്തിൽ ഗുഡ് ബൈ പറയുന്നതിനാണ് എന്തെന്ന് പറയാ? വാലഡിക്ഷൻ. ഫോർബിഡ് മീൻസ് പ്രോഹിബിറ്റ്, ബാൻ. മോർണിംഗ് മീൻസ് വിലാപം, ദുഃഖമാണ്. അപ്പോ വിലാപം വിലക്കിക്കൊണ്ടുള്ള ഒരു യാത്രാമൊഴി എന്നുള്ള ഈ കാവ്യം വാസ് റിട്ടൺ ബൈ ഓപ്ഷൻസ് ജോൺ മിൽട്ടൺ, നോ, ജോൺ ഈസ് ദ റൈറ്റ് ആൻസർ. ഡീറ്റെയിൽ ആയിട്ട് മിക്കവാറും എല്ലാ ഡിഗ്രി ക്ലാസ്സുകളിലും പഠിക്കാനുണ്ടായിരുന്ന ഒരു പോം ആയിരുന്നു എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്. The poem was written by John Donne. Options കൊടുത്തിരിക്കുന്നത് ജോൺ മിൽട്ടൺ, ജോൺ ഡൺ, ജോൺ കീറ്റ്സ്, നൺ ഓഫ് ദീസ്. എല്ലാം ജോൺ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പം വരരുത്. Valediction was written by John Donne. So the right option is option B. Okay, next question. A valediction forbidding mourning was written in. The poem was written in either 1611 or 1612. 1611 അല്ലെങ്കിൽ 12 കാലഘട്ടത്തിൽ എഴുതപ്പെട്ട മനോഹരമായിട്ടുള്ള കാവ്യമാണ് എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ. ഇങ്ങനെ വരുന്ന അവസരത്തിൽ കൺഫ്യൂഷൻ വരരുത്. ഇങ്ങനെ ഒരു ബാർ ഇട്ടുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് ആശയക്കുഴപ്പത്തിലാക്കരുത്. അങ്ങനെ ബാർ ഇട്ട് എന്തെങ്കിലും ഉത്തരം കാണുകയാണെങ്കിൽ മിക്കവാറും അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ എന്താണ് 1611 12 കാലഘട്ടത്തിലാണ് വാലഡിക്ഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ കളക്ഷൻ. A valediction forbidding mourning was published in the collection of poems or in the anthology. ഒരു കവിത ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. കുറെ കവിതകൾ എഴുതിയതിനു ശേഷം അതൊരു പുസ്തക രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കളക്ഷനിൽ പ്രസിദ്ധീകരിക്കുക ചെയ്യാം. വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്നുള്ള ഈ കാവ്യം ഏത് കളക്ഷനിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്? പബ്ലിഷ് ചെയ്തു എന്നുള്ള ഇതെല്ലാം തന്നെ അറിയപ്പെടുന്ന കളക്ഷൻസ് ആണ്. സോങ്സ് ഓഫ് ഇന്നസെൻസ്, സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്, സോങ്സ് ഓഫ് ലവ്, സോങ്സ് ആൻഡ് സോണറ്റ്സ്. ഇവിടെ റൈറ്റ് ആൻസർ ഈസ് സോങ്സ് ആൻഡ് സോണറ്റ്സ്. സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്നുള്ള കളക്ഷനിലാണ്, സമാഹാരത്തിലാണ് വാലഡിക്ഷൻ ആദ്യമായിട്ട് എന്ത് ചെയ്ത് പബ്ലിഷ് ചെയ്ത്. അതോടൊപ്പം തന്നെ ഐ എം ഗിവിംഗ് യു സം ടാസ്ക് ടു യു. നിങ്ങൾ കുറച്ച് ടാസ്ക് നൽകുകയാണ്. സോങ്സ് ഓഫ് ഇന്നസെൻസ്, സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് ആരെഴുതി എന്നുള്ളതും കൂടെ കണ്ടെത്തുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് വാസ് റിട്ടൺ ബൈ ജോൺ ഡൺ ഫോർ ഹിസ് ഫ്രണ്ട്, for his lady love, for his wife Anne, none of this. ഓർമ്മിക്കാം, for his wife Anne. അവർ പ്രണയത്തിലായിരുന്നു. and they eloped. and John Donne അല്ലെങ്കിൽ ജോൺ ടോം
ഒരു പ്രോമിസിങ് കരിയർ ഉണ്ടായിരുന്നിട്ട് കൂടി ആ കരിയറിനൊക്കെ തന്നെ ഒരു തടസ്സമായത് ആനിയോടൊപ്പമുള്ള എലോപ്പിംഗ് ആയിരുന്നു, ഒളിച്ചോടലായിരുന്നു. പിന്നീട് ആനിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഒരു അറിയപ്പെടുന്ന സമ്പന്ന കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു ആൻ. അപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ശരിയാണ്, ഫ്രാൻസിലേക്ക് ഔദ്യോഗികമായിട്ടൊരു യാത്രക്ക് പോകുന്ന അവസരത്തിലാണ് ഈ കാവ്യം എഴുതിയിരിക്കുന്നത്. ഭാര്യയെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ കാവ്യം എന്ത് ചെയ്ത് എഴുതിയത്. So, once again, I repeat the question. A valediction forbidding mourning was written by John Donne for his wife Anne. So, the right option is option C. Next, what does the phrase sublunary lovers love mean? Sublunary lovers love mean. The phrase appears in valediction. Valediction forbidding mourning എന്നുള്ള കവിത എടുത്ത് വായിക്കുമ്പോൾ സബ്ലിനറി ലവേഴ്സ് ലവ് മീൻസ് ഓർഡിനറി പീപ്പിൾസ് ലവ് എന്നുള്ള അർത്ഥത്തിലാണ് ജോൺ ഡൺ അത് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ആളുകളുടെ പ്രണയം. സി their love is focused on the opposite sex body എന്നുള്ളതാണ്. പുരുഷനാണെങ്കിൽ സ്ത്രീയുടെ, സ്ത്രീയാണെങ്കിൽ പുരുഷൻ. മിക്കവാറും സാധാരണ ഭൂമിയിലെ പ്രണയം ഫിസിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ശരീരത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൺമുമ്പിൽ നിന്നും അതില്ലാതായി കഴിഞ്ഞാൽ വളരെ വിഷമവും ദുഃഖവും ഒക്കെ തോന്നും. പക്ഷെ നമ്മുടെ സ്നേഹം ഒരിക്കലും അങ്ങനെയല്ല എന്നാണ് ജോൺ ഡൺ പറയുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഡസ് ദ ഫ്രേസ് സബ്ലിനറി ലവേഴ്സ് ലവ് മീൻ? ഡിവൈൻ ലവ് മീൻസ് ദൈവികമായിട്ടുള്ള പ്രണയം, സ്നേഹമാണ്. നോ. ഫിസിക്കൽ ലവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഭൗതികമായിട്ടുള്ള, അതായത് ഓപ്പോസിറ്റ് ഫിസിക്കിനെ, ഓപ്പോസിറ്റ് സെക്സിൽ പെട്ടിരിക്കുന്ന ഫിസിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലവ്. earthly love, ഭൂമിയിൽ നമ്മൾ കാണുന്ന പ്രണയം. both B and C, none of these. The right answer is both B and C. Physical love, earthly love. അതിനാണ് എന്തെന്ന് പറയാം, സബ്ലിനറി ലവേഴ്സ് ലവ്. ഓക്കെ. പക്ഷെ മിൽട്ടൺ, സോറി, ആർക്ക്, ഡോണ് വൈഫിനോട് ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു സബ്ലിനറി ലവ് ആയിരുന്നില്ല. ഇറ്റ് വാസ് സംവാട്ട് ഡിവൈൻ ലവ്. ഓക്കെ. സോ the right option is option D, both B and C. Next question. The sonnet on his blindness was written by, ഏതോ ക്ലാസ്സിൽ ഞാൻ നേരത്തെയും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ്. On his blindness was written when John Milton became blind. Okay. തീർത്തും അന്ധനായി കഴിഞ്ഞ അവസരത്തിൽ ആ ഒരു അങ്കലാപ്പിൽ, വിഷമത്തിൽ, കൺഫ്യൂഷനിൽ എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാവ്യമാണ് ഓൺ ഹിസ് ബ്ലൈൻഡ്നസ്. സോ ദ സോണറ്റ് ഓൺ ഹിസ് ബ്ലൈൻഡ്നസ് വാസ് റിട്ടൺ ബൈ മിൽട്ടൺ, ജോൺ മിൽട്ടൺ. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ജോൺ ഡൺ നോ, തോമസ് ഗ്രേ നോ, ഷേക്സ്പിയർ നോ, മിൽട്ടൺ യെസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് കൺസിഡേർഡ് ഹിംസെൽഫ് ആസ് ദ പോയറ്റിക്കൽ സൺ ഓഫ് ജോൺ മിൽട്ടൺ. താൻ ജോൺ മിൽട്ടന്റെ പൈതൃകം പിന്തുടരുന്നു. I follow the heritage of Milton. മിൽട്ടന്റെ ആ പൈതൃകം, എസ്പെഷ്യലി ഇൻ പോയറ്റിക് ക്രിയേഷൻ, കാവ്യ രചനയിൽ എന്ന് ആരാണ് അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിൽ മിൽട്ടന്റെ ഒരു ശിഷ്യനായിക്കൊണ്ട് സ്വയം തന്നെ അവരോധിച്ച് ആരായിരുന്നു? വില്യം ബ്ലേക്ക് ആണ് കൊടുത്തിരിക്കുന്ന ഉത്തരം. പിന്നെ വില്യം വേർഡ്സ്വർത്ത്, P.B. Shelley, John Keats. No, the right answer is William Blake. William Blake considered himself as the poetical son of John Milton. Okay, next question. Milton adopted their style in writing his sonnet on his blindness. Once again, Milton adopted their style in writing his sonnet on his blindness. On his blindness എന്നുള്ള ആ സോണറ്റ് ഏതൊരാളുടെ ശൈലിയെ ബേസ് ചെയ്തുകൊണ്ടാണ് മിൽട്ടൺ എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ പെട്രാർക്കൻ, ഷേക്സ്പീരിയൻ, വേർഡ്സ്വർത്ത്, none of this. Petrarch was the great poet of Italy who lived around the 14th century. സോണറ്റ് എന്നുള്ള കാവ്യ രൂപം അതിന് ജന്മം കൊടുത്തത് തന്നെ പെട്രാർക്കാണ്. മിൽട്ടണും അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പെട്രാർക്കൻ സ്റ്റൈലായിരുന്നു, പെട്രാർക്കൻ ശൈലിയാണ്. ഷേക്സ്പിയറിന്റെ മറ്റൊരു ശൈലിയാണ്. ഓക്കെ. അപ്പോൾ മിൽട്ടൺ അഡോപ്റ്റഡ് പെട്രാർക്കൻ സ്റ്റൈൽ ഇൻ റൈറ്റിംഗ് ഹിസ് സോണറ്റ് ഓൺ ഹിസ് ബ്ലൈൻഡ്നസ്. Okay, question 15. Which of the following work is not penned by Milton? Pen means written. Pen is used both as a noun and as a verb.
പെൻ എന്നുള്ള പദം ക്രിയ ആയിക്കൊണ്ടും ഉപയോഗിക്കാം, നാമമായിക്കൊണ്ടും ഉപയോഗിക്കാം. ഇവിടെ പെൻഡ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ റിട്ടൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക് ഈസ് റിട്ടൺ ബൈ മിൽട്ടൺ ഓർ പെൻഡ് ബൈ മിൽട്ടൺ? എൽ അലിഗ്രോ, പാരഡൈസ് ലോസ്റ്റ്, ലിസിഡസ്, ടിൻറ്റേൺ ആബി. അപ്പൊ എപ്പോഴും ഓർമ്മിക്കാം, ആദ്യം പറഞ്ഞിരിക്കുന്ന എ ബി സി, അലിഗ്രോ, പാരഡൈസ് ലോസ്റ്റ്, ലിസിഡസ്. These three poems were written by Milton, but Tintern Abbey was written by William Wordsworth. അപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകരുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക് ഈസ് നോട്ട് പെൻഡ് ബൈ മിൽട്ടൺ? ഈ പറഞ്ഞിരിക്കുന്നതിൽ മിൽട്ടൺ രചിക്കാത്ത കൃതി ഏത് എന്നുള്ളതാണ്. ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഡി, ടിൻറ്റേൺ ആബി. ഒന്നുകൂടെ ഓർമ്മിക്കാം, ടിൻറ്റേൺ ആബി ഈസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ. Applying human qualities to non-human things. ഓർമ്മിക്കാം, അപ്ലൈയിങ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു നോൺ ഹ്യൂമൻ തിങ്സ്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും അവിടെ നിന്ന് പ്രതീക്ഷിക്കാം ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ഇവിടെ 4 ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അലങ്കാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റഫോർ, സിമിലി, പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ. See, when you apply human qualities to non-human things, it's called personification. അതായത് മനുഷ്യരല്ലാത്ത വസ്തുക്കൾക്ക് മനുഷ്യന്റെ ഗുണഗണങ്ങൾ കവിതയിൽ കൽപ്പിച്ച് നൽകുകയാണെങ്കിൽ അത്തരം ഒരു അലങ്കാരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Elegy written in a country church year was published in. ഓർമ്മിക്കാം, Elegy written in a country church year was published in. ഈ പബ്ലിക്കേഷൻ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. പല പ്രാവശ്യം അത് ആവർത്തിച്ച് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സൂത്രങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് ഓർമ്മിക്കാം. ഓക്കെ, ഇവിടെ ഏതൊക്കെയാണ് വർഷങ്ങൾ കൊടുത്തിരിക്കുന്നത് നോക്കാം. 1751, 1851, 1758, 1756. ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എലിജി ആര് എഴുതിയ ആ കാലഘട്ടത്തിനെ കുറിച്ച് ഓർമ്മിക്കാൻ ആ കവിയുടെ പീരീഡ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ഓർമ്മിച്ചാൽ മതി. അപ്പൊ കവിയുടെ ആ പീരീഡിൽ ഉൾക്കൊള്ളാത്ത നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പൊ അവിടെ എലിജി എഴുതിയിരിക്കുന്നത് 1751. ഓക്കെ, 1751 എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് ഇയർ. എഴുതിയ ആരാന്നറിയാലോ, നിങ്ങളുടെ സിലബസിന്റെ ഭാഗമാണ് തോമസ് ഗ്രീൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The progress of poesy. Poesy is an old word for poetry. പോയട്രിക്ക് പണ്ട് പറഞ്ഞിരുന്നു പോയിസി എന്നായിരുന്നു. The progress of poesy is written by. Who wrote the progress of poesy? Answers ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് തോമസ് ഗ്രേ, മാത്യു ആർണോൾഡ്, ഷെല്ലി, കീറ്റ്സ്. തോമസ് ഗ്രേ. ഓർമ്മിക്കാം, The progress of poesy is or was written by തോമസ് ഗ്രേ. Matthew Arnold belongs to the Victorian age. Shelley Keats belongs to which age? Romantic age. അത് ഓർമ്മിക്കട്ടോ, ചില ഏജ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നോട്ട്ബുക്കിൽ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. തോമസ് ഗ്രേ നിയോ ക്ലാസിക്കൽ ഏജിലാണെങ്കിൽ പോലും പല ക്ലാസ്സിലും ഞാൻ ആവർത്തിച്ചിരുന്നു. He started writing poetry as a classicist but ended as a romanticist. അപ്പൊ നിയോ ക്ലാസിക്കൽ പീരീഡിലായിരുന്നു തോമസ് ഗ്രേ ജീവിച്ചിരുന്നത്. അദ്ദേഹം കവിത എഴുതി തുടങ്ങിയത് ഒരു ക്ലാസിസിസ്റ്റ് ആയിക്കൊണ്ടാണ്, പക്ഷെ അവസാന കാലഘട്ടത്തിലൊക്കെ എഴുതിയ ഒരു റൊമാൻറ്റിക് സ്പിരിറ്റ് വെച്ചുകൊണ്ടാണ്. അപ്പൊ തോമസ് ഗ്രേ ക്യാൻ റൈറ്റ്ലി ബി കോൾഡ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ നിയോ ക്ലാസിസിസം ആൻഡ് റൊമാൻറ്റിസിസം. മനസ്സിലായോ? അപ്പൊ നിയോ ക്ലാസിസത്തിന്റെയും റൊമാൻറ്റിസിസത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജ് ആയിക്കൊണ്ട് നമുക്ക് ആരെ കാണാം? തോമസ് ഗ്രേ. Matthew Arnold belongs to the Victorian age. Shelley and Keats belong to the Romantic age. So, ഇവിടെ ഡൈഗ്രഷൻ അല്ല, വഴിതെറ്റി പോവല്ല. The progress of poesy is written by Thomas Gray. Next question. The main idea of elegy written in a country churchyard is. What is the central idea expressed in the poem Elegy? മനസ്സിലായോ? What is the core idea? What is the central theme? ഇതൊക്കെ അതിന്റെ ഒരു കാര്യമാണ്. ശരിക്കും ശ്രദ്ധിക്കുക, സെൻട്രൽ തീം ആയിരിക്കാം, മെയിൻ ഐഡിയ ആയിരിക്കാം, എന്തു ആയിരിക്കാം. അപ്പൊ അതിന്റെ തീം, പ്രധാന പ്രമേയം എന്ത് എന്നുള്ളതാണ്. ദ ഇന്നെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്. ഇന്നെവിറ്റബിലിറ്റി മീൻസ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥ, അല്ലെ? മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരണം അനിവാര്യമാണ്. ഷോർട്ട് ലിവിംഗ് നേച്ചർ ഓഫ് ബ്യൂട്ടി.
സൗന്ദര്യം അല്പകാലത്തേക്ക് നിലനിൽക്കുകയുള്ളൂ, അതിനെക്കുറിച്ചാണ്. ലവ് പ്രണയത്തെ കുറിച്ചാണ്. വേൾഡ്ലി ഗ്ലോറി, ഗ്ലോറി ദാറ്റ് വി അച്ചീവ് ഇൻ ദ വേൾഡ്, ലോക പ്രശസ്തിയെ കുറിച്ച്, മഹത്വത്തിനെ കുറിച്ച് നമ്മൾ നേടിയെടുക്കുന്നു. എന്താണ് ഇതിന്റെ തീം എന്നുള്ളതാണ് ദ ഇന്നെവിറ്റബിലിറ്റി ഓഫ് ഡെത്ത്, മരണത്തിന്റെ അനിവാര്യത. തോമസ് ഗ്രേ ഒരു വല്ലാത്ത ഒരു മെലങ്കോളിക് മൂഡ് വെച്ചുകൊണ്ട് എഴുതിയ ആളായിരുന്നു തോമസ് ഗ്രേ. ഒരു സാഡ് മൂഡ് പെവേഴ്സ് ഇൻ ഓൾ ഹിസ് പോംസ്. അദ്ദേഹത്തിന്റെ ഓരോ വരികളിലും എല്ലാ കാവ്യങ്ങളിലും നമുക്ക് ഒരു സാഡ് മൂഡ് കാണാൻ പറ്റും. വാട്ട് മേഡ് ഹിം സോ എന്നുള്ളത് ആർക്കും ഇതുവരെ കണ്ടെത്താൻ പറ്റില്ല. വാസ് ഇറ്റ് എ ഫെയിലിയർ ഇൻ ലവ് അഫെയർ ഓർ സംതിങ് എൽസ്? പല ആളുകളും ഒരു അന്വേഷണം നടത്തുകയാണ്. വല്ല പ്രണയ നൈരാശ്യം ഉണ്ടായിരുന്നു, മറ്റെന്തെങ്കിലും ട്രാജഡി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു? ഒന്നും ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വരികളിലെല്ലാം തന്നെ പെർവേഡ് ചെയ്യുന്ന, എല്ലായിടത്തും നിലനിൽക്കുന്ന ഒന്നാണ് സാഡ്നസ്, മെലങ്കോളി, ഒരു ശോകഭാവം. ഇവിടെ അദ്ദേഹം ഒരു ഈവനിങ്ങിൽ എന്ത് ചെയ്യാണ്? സ്റ്റോക്ക് പോച്ചസിലെ ഒരു പള്ളി അങ്കണത്തിലേക്ക് നടന്നു ചെല്ലുകയാണ്. പള്ളി അങ്കണത്തിൽ മുറ്റത്ത് നിന്നുകൊണ്ട് സെമിത്തേരിയിലേക്ക് നോക്കുമ്പോൾ കുറെ ശവമാടങ്ങൾ കാണുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ച് മരിച്ച ആളുകളുടെ ശവക്കൂനകളാണ് അവിടെ കാണുന്നത്. അതിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇത് എഴുതുന്നത്. സോ the inevitability of death is the main idea of the poem Elegy Written in a Country Churchyard. Okay, question 20. In which country did the Renaissance begin? That's a very important question. നവോത്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന യൂറോപ്പിലെ ഏത് രാജ്യത്തിലാണ് തുടങ്ങിയത്? Of course it was in Florence in Italy. ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന് വിളിക്കപ്പെടുന്ന സിറ്റിയിലാണ് എന്ത് തുടങ്ങുന്നത്? റിനൈസൻസ്. നവോത്ഥാനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഇറ്റലിയാണ് ഓർമ്മിക്കേണ്ടത്. ഇറ്റലിയിൽ പ്രത്യേകിച്ചും ഫ്ലോറൻസ് എന്ന് വിളിക്കപ്പെടുന്ന സിറ്റി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇറ്റലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21. The word Renaissance means, the word has become a cliche. റൊമാൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഉപയോഗിച്ച് തേഞ്ഞു തീർന്ന, പറഞ്ഞു പഴകിയ എന്നുള്ളതിനാണ് ഇംഗ്ലീഷിൽ ക്ലീഷ എന്ന് പറയാം. CLICHE. അതേ രീതിയിൽ ഒരുപാട് അർത്ഥങ്ങൾ കൽപ്പിച്ച് നൽകി അർത്ഥങ്ങൾ നഷ്ടപ്പെട്ട ഒരു പദമാണ് റിനൈസൻസ്. പക്ഷെ ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. റീഡിംഗ് ഓഫ് ബുക്സ്, ദ സ്റ്റഡി ഓഫ് ആർട്ട്, ദ സ്റ്റഡി ഓഫ് പോയട്രി, the rebirth of learning or knowledge is the right answer. The rebirth of learning or knowledge, അതുമായി ബന്ധപ്പെട്ട മറ്റുത്തരങ്ങളും വന്നേക്കാം. പക്ഷെ ഇവിടെ റീഡിംഗ് ഓഫ് ബുക്സ് അല്ല, സ്റ്റഡി ഓഫ് ആർട്ട് കലയെക്കുറിച്ചുള്ള പഠനമല്ല, സ്റ്റഡി ഓഫ് പോയട്രി അല്ല, റീബർത്ത് ഓഫ് ലേണിംഗ് ഓർ നോളജ്, അറിവിന്റെ പുനർജന്മം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഓക്കെ, റിനൈസൻസ് എന്നുള്ള പദത്തിന് അതാണ്. അതിന് സമാന്തരമായിക്കൊണ്ട് മറ്റെന്തെങ്കിലും പദങ്ങൾ വരികയാണെങ്കിലും ഓർമ്മിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വരിയാണ്. The curfew tolls the knell of parting day. The loving herd winds slowly over the lea. നിങ്ങൾ തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്നുള്ള കാവ്യം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തുടക്കത്തിലുള്ള രണ്ട് വരിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. The curfew tolls the knell of parting day. The loving herd winds slowly over the lea. These lines are taken from the poem Daddy, no. Obituary, no. Ulysses, no. Elegy written in a country churchyard. Elegy written in a country churchyard എന്നുള്ള കവിതയിലെ ആദ്യത്തെ രണ്ട് വരിയാണ്. And all lines in the elegy are written in iambic pentameter. ഓർമ്മിക്കട്ടോ, ഈ എലിജിയിലെ എല്ലാ വരികളും എഴുതിയിരിക്കുന്ന അയാംബിക് പെന്റാമീറ്ററിലാണ്. ആംബിക് പെന്റാമീറ്റർ ഞാൻ ബോർഡിൽ ചെയ്തു വരുന്നുണ്ട്. ഓരോ ഭാഗം ഇങ്ങനെ തീർത്ത് വരികയാണ്. ഓക്കെ, ഡാഡി വാസ് റിട്ടൺ ബൈ സിൽവിയ പ്ലത്ത്. ഒബിച്വറി AK രാമാനുജൻ. യൂലിസീസ് ലോർഡ് ടെന്നിസൺ. എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് വാസ് റിട്ടൺ ബൈ തോമസ് ഗ്രേ. ബാക്കിയുള്ള കവിതകളൊക്കെ ആരെഴുതി എന്നിപ്പം ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒന്നുകൂടെ അത് കേട്ടതിന് ശേഷം ഡാഡി ആരെഴുതി? ഒബിച്വറി യൂലിസീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. A comparison of unlike things without using a word of comparison such as like or as. Figures of speech നെ കുറിച്ചാണ്. അവിടെയാണ് നിങ്ങൾക്ക് 1-2 മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യാം. ഇവിടെ ചോദ്യം ഇതാണ്: A comparison of unlike things.
പരസ്പര ബന്ധമില്ലാത്ത രണ്ട് വസ്തുക്കളെ, രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്ത് അതിൽ നിന്നും ഒരു അലങ്കാരം ഉണ്ടാക്കിയെടുക്കുന്നു. വിത്തൗട്ട് യൂസിങ് എ വേർഡ് ഓഫ് കമ്പാരിസൺ സച്ച് ആസ് ലൈക്ക് ഓർ ആസ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം. When you see like or as in a line, see the figure of speech used there or in that line is simile. സിമിലിയിലാണ് എപ്പോഴും ലൈക്കും ആസും കാണുക. ലൈക്കും ആസും ഉപയോഗപ്പെടുത്താതെ, ഈ രണ്ട് പദങ്ങളും ഉപയോഗിക്കാതെ താരതമ്യം നടത്തുകയാണെങ്കിൽ what is that figure of speech? Not simile, metaphor, personification, alliteration. Of course, the answer is metaphor. Okay, ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. My love is like a red rose. My love is like a red rose. അവിടെ like ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് the figure of speech is simile. My love is a red rose. അവിടെ എന്താണ്? metaphor. He fought like a lion. അവൻ ഒരു സിംഹത്തെ പോലെ പോരാടി. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിമിലിയാണ്. He was a lion in the fight. പോരാട്ടത്തിൽ അവൻ സിംഹം ആയിരുന്നു. മെറ്റഫറാണ്. മെറ്റഫർ is a simile without like or as. ലൈക്കും ആസും ഉപയോഗിക്കാതെ ഉള്ള ഒരു താരതമ്യമാണ് എന്ത്? മെറ്റഫർ, രൂപകം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പോം വിത്ത് നോ മീറ്റർ ഓർ റൈം. പ്രാസമോ വൃത്തമോ മീറ്ററോ റയം സ്കീമോ ഉപയോഗിക്കാതെ എഴുതുന്ന കാവ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ലിറിക്കിന് റയമോ മീറ്ററോ ഉണ്ടായിരിക്കും, സോണറ്റ് ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ട്. ഫ്രീ വേഴ്സ് ഓർമ്മിക്കുക. ഫ്രീ എന്നുള്ള പദത്തിൽ നിന്ന് അത് ഓർമ്മിക്കാം. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. എ പോം വിത്ത് നോ മീറ്റർ ഓർ റയം. പ്രാസമോ വൃത്തമോ ഒന്നും നോക്കാതെ എഴുതുന്ന കാവ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ലിറിക്, സോണറ്റ്, ഫ്രീ വേഴ്സ്, epic. Okay, the right answer is C, free verse. Next question. Which is not a poetry form? കവിതകൾക്ക് പല രൂപങ്ങളുണ്ട്. എപ്പിക്, ഇതിഹാസ കാവ്യം. എലിജി, വിലാപകാവ്യം. സോനറ്റ്, ഗീതകം. ലിറിക്സ്, ഭാവഗീതം. ഇങ്ങനെ ഒരുപാട് ഷോറാസ് ഉണ്ട് കവിതക്ക്. പക്ഷെ അതൊന്നുമല്ല ചോദ്യം. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊരു രൂപമാണ് കാവ്യത്തിൽ പെടാത്തത് എന്നുള്ളതാണ്. വിച്ച് ഈസ് നോട്ട് എ പോയട്രി ഫോം. എപ്പിക്, ബാലാഡ്, സോണറ്റ്. ആദ്യം പറഞ്ഞിരിക്കുന്ന മൂന്നും കാവ്യരൂപങ്ങളാണ്. എപ്പിക് ഇതിഹാസ കാവ്യം, ബാലാഡ് നാടൻ പാട്ടുകളാണ്, സോണറ്റ് ഗീതങ്ങളാണ്, ടെയിൽ കഥകളാണ്, പ്രത്യേകിച്ചും ചെറിയ കഥകളാണ്. സോ ടെയിൽ ഈസ് നോട്ട് എ പോയട്രി ഫോം. ടെയിൽ ഒരിക്കലും എന്തല്ല? കാവ്യ രൂപം അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർഡ്സ്വർത്ത് വാസ് പോയറ്റ് ലോറിയറ്റ് ഓഫ് ഇംഗ്ലണ്ട് ഫ്രം. കൊട്ടാര കവി, ആസ്ഥാന കവി. മനസ്സിലായില്ലേ? കൊട്ടാരത്തിൽ നിന്നും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. അപ്പൊ ഒരു തരം നാഷണൽ പോയറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പോയറ്റ് ലോറിയറ്റ് ഇംഗ്ലണ്ടിൽ കൊടുക്കുന്ന ഒരു പദവിയാണ്. അപ്പോൾ വേർഡ്സ്വർത്തും മരിക്കുന്നത് വരെ ഇംഗ്ലണ്ടിന്റെ പോയറ്റ് ലോറിയറ്റ് ആയിരുന്നു. ആ പീരീഡ് ഏതായിരുന്നു എന്നുള്ളതാണ്. 1843, 1815, 1820, 1814, 1825, 1830, 1798, 1805. അത് ഓർമ്മിക്കാനുള്ള ഒരു കുറുക്കു വഴി. വേർഡ്സ്വർത്ത് passed away in 1850. See, at the time of his passing away or death, നമ്മൾ ചത്തു എന്നൊന്നും പറയാൻ പാടില്ല, ഡൈഡ് എന്ന് പറയാൻ പാടില്ല. പാസ് അവേ യൂഫിമിസമാണ്. അതിനെക്കുറിച്ച് നിരൂപണ സാഹിത്യത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. യൂഫിമിസം. നമ്മൾ ഹി ഡൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ ചത്തു എന്നുള്ളതാണ്. ഹി പാസ്ഡ് അവേ അല്പം മയപ്പെടുത്തി പറയാം. വേർഡ്സ്വർത്ത് പാസ്ഡ് അവേ ഇൻ 1850. 1850 വേർഡ്സ്വർത്ത് മരിക്കുന്നത്. മരിക്കുന്ന സന്ദർഭത്തിൽ വേർഡ്സ്വർത്ത് പോയറ്റ് ലോറിയറ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ 1843 മുതൽ 1850 വരെ ഇംഗ്ലണ്ടിന്റെ പോയറ്റ് ലോറിയറ്റ് പദവി വഹിച്ചിരുന്ന ആളായിരുന്നു ആര്? വേർഡ്സ്വർത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർഡ്സ്വർത്ത് മാഗ്നം ഓപ്പസ്. മാഗ്നം ഓപ്പസ് ഇസ് എ ലാറ്റിൻ വേർഡ്. ഒരു ലാറ്റിൻ പദമാണ് മാഗ്നം ഓപ്പസ്. അതിന്റെ അർത്ഥം കൂടെ ശ്രദ്ധിക്കാം. ഈസ് ജനറലി കൺസിഡേർഡ്. മാഗ്നം ഓപ്പസ് മീൻസ് ദ ബെസ്റ്റ് വർക്ക്. ഒരാളുടെ ഏറ്റവും നല്ല കൃതിക്കാണ് മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മയ്യഴിപ്പുഴയുടെ തീരത്ത് ഇസ് ദ മാഗ്നം ഓപ്പസ് ഓഫ് ഹും.
ആരാ എഴുതിയിരിക്കുന്നതെന്ന് ഓർമ്മിക്കാം. ഓക്കെ, ഖസാക്കിന്റെ ഇതിഹാസം ഈസ് ദ മാഗ്നം ഓപ്പസ് ഓഫ് OV വിജയൻ. മനസ്സിലായി? ഓരോ എഴുത്തുകാർക്കും ഒരു മാഗ്നം ഓപ്പസ് ഉണ്ടായിരിക്കും. ഒരുപാട് കൃതികൾ അവർ രചിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് എല്ലാവരും നല്ലതായിക്കൊണ്ട് ബെസ്റ്റ് ആയിക്കൊണ്ട് കണക്കാക്കപ്പെടും. അതിനാണ് മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് വർക്ക് ഓഫ് ആൻ ഓതർ. ഇവിടെ ക്വസ്റ്റ്യൻ, വേർഡ്സ്വർത്ത് മാഗ്നം ഓപ്പസ് ഈസ് ജനറലി കൺസിഡേർഡ്. വേർഡ്സ്വർത്തിന്റെ ഏറ്റവും നല്ല കൃതിയായിക്കൊണ്ട് കണക്കാക്കപ്പെടുന്നത് ലിറിക്കൽ ബാല്ലാഡ്, നോ. ടിൻറ്റൻ ആബി, നോ. ലൂസി ഗ്രേ പോംസ്, നോ. ദ പ്രില്യൂഡ്. The Prelude is considered the magnum opus of William Wordsworth. പക്ഷേ ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ലിറിക്കൽ ബാല്ലാഡും ടിൻറ്റൻ ആബിയും ലൂസി ഗ്രേയും ദ പ്രില്യൂഡും ഒക്കെ തന്നെ വേർഡ്സ്വർത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലിറിക്കൽ ബാല്ലാഡ് മാത്രം അതിലെ കുറച്ച് കവിതകൾ കോൾറിഡ്ജും കൂടെ എഴുതിയിട്ടുണ്ട്. ബാക്കിയെല്ലാം എഴുതിയിരിക്കുന്നത് ആര് തന്നെയാണ്? ലൂസി ഗ്രേ പോംസ്. ലൂസി ഗ്രേ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് കാവ്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ രചിച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ലിറിക്കൽ ബാല്ലാഡിൽ ആരുടെ കൈയും കൂടെ ഉണ്ട്? കോൾറിഡ്ജ്. ബാക്കിയെല്ലാം രചിച്ചിരിക്കുന്നത് ആര് തന്നെയാണ്? വില്യം വേർഡ്സ്വർത്ത്. അപ്പം വില്യം വേർഡ്സ്വർത്തിന്റെ മാഗ്നം ഓപ്പസ് ആയിക്കൊണ്ട് കണക്കാക്കപ്പെടുന്നത് എന്താണ്? ദ പ്രില്യൂഡ്. നാന്തി, തുടക്കം എന്നൊക്കെയാണ് ആ പദത്തിനർത്ഥം. ദ പോം ടിൻറ്റൻ ആബി വാസ് റിട്ടൺ ഇൻ. വീണ്ടും വർഷം വരികയാണ്, ഓർമ്മിക്കാൻ. ദ പോം ടിൻറ്റൻ ആബി. പക്ഷെ ടിൻറ്റൻ ആബി ആരാ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു മസ്റ്റ് ബി ഷുവർ ഓഫ് ദാറ്റ്, വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, 2-3 പ്രാവശ്യമായി ഞാൻ ആവർത്തിക്കുന്നു. ആരാണ് ടിൻറ്റൻ ആബി എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ പറയണം വേർഡ്സ്വർത്ത്. പക്ഷേ ഈ കാവ്യം രചിക്കപ്പെട്ട വർഷം ഏതായിരുന്നു? ഇറ്റ് വാസ് ഇൻ 1798, 1798. ഓർമ്മിക്കാം. ലിറിക്കൽ ബാല്ലാഡ്സ് വാസ് ഓൾസോ പബ്ലിഷ്ഡ് ഇൻ ദ സെയിം ഇയർ. അപ്പൊ നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്. ലിറിക്കൽ ബാല്ലാഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന കവിതാ സമാഹാരത്തിലായിരുന്നു ടിൻറ്റൻ ആബി ഉൾക്കൊള്ളിച്ചത്. അതല്ല ഇതൊരു സെപ്പറേറ്റ് ഫോം ആയിട്ട് പബ്ലിഷ് ചെയ്താണോ നിങ്ങൾ കണ്ടെത്താം. ഓക്കെ, ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ചില വർക്ക് നൽകുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who was often called as the romantic poet, as most of his poems revolve around nature. Who was often called as the romantic poet? ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒരാളെ നമ്മൾ റൊമാൻറ്റിക് പോയറ്റ് ആയിക്കൊണ്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ബിക്കോസ് ഇവിടെ ആസ് എന്നുള്ള ബിക്കോസ് എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തിരിക്കുകയാണ്. ആസ് മോസ്റ്റ് ഓഫ് ഹിസ് പോംസ് റിവോൾവ് അറൌണ്ട് നേച്ചർ. ഇദ്ദേഹം എഴുതിയിരിക്കുന്ന എല്ലാ കാവ്യങ്ങളും തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. വില്യം ബ്ലെയ്ക്ക്, വില്യം വേർഡ്സ്വർത്ത്, വില്യം മോറിസ്, വില്യം ഷേക്സ്പിയർ. മറ്റുള്ളവരൊന്നും പ്രകൃതിയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കാവ്യങ്ങൾ എഴുതിയിട്ടില്ല എന്നല്ല, വേർഡ്സ്വർത്ത് ആയിരുന്നു തീർത്തും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കവി. ഓക്കെ, വേർഡ്സ്വർത്ത് കൺസിഡേർഡ് നേച്ചർ ആസ് ഹിസ് ഗോഡ്, നേച്ചർ ആസ് ഹിസ് ഫ്രണ്ട്, നേച്ചർ ആസ് ഹിസ് ഗൈഡ്, നേച്ചർ ആസ് ഹിസ് ടീച്ചർ. മനസ്സിലായി? തന്റെ ദൈവം, തന്റെ ഗുരു, അതോടൊപ്പം തന്നെ തന്റെ എല്ലാ ഫ്രണ്ട്, കൂട്ടുകാരനൊക്കെ ആയിക്കൊണ്ട് പ്രകൃതിയെ വില്യം വേർഡ്സ്വർത്ത് കണ്ടിരുന്നു. അപ്പോൾ പ്രകൃതി റൊമാൻറ്റിക് പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. മറ്റെല്ലാവരും റൊമാൻറ്റിക്സ് അല്ല എന്നുള്ളതല്ല. ഇദ്ദേഹത്തിന്റെ എല്ലാ കാവ്യങ്ങളും റിവോൾവ്ഡ് എന്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ്? പ്രകൃതിയെ. അതുകൊണ്ട് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, വില്യം വേർഡ്സ്വർത്ത്. ഈ ക്വസ്റ്റ്യൻ ആ കൺഫ്യൂഷൻ ആക്കുന്നതാണ്. റൊമാൻറ്റിക് കാലഘട്ടമായിരുന്നെങ്കിൽ വില്യം ബ്ലെയ്ക്ക് റൊമാൻറ്റിക് കാലഘട്ടത്തിൽ പെട്ടയാളാണ്. ഓക്കെ, അപ്പോൾ വില്യം ബ്ലെയ്ക്കും വില്യം വേർഡ്സ്വർത്തും രണ്ടുപേരും റൊമാൻറ്റിക് ഏജിൽ ജീവിച്ചിരുന്നവരാണ്. അവിടെ കൺഫ്യൂഷൻ വരും. അതല്ല, ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം. തന്റെ കാവ്യങ്ങൾ തീർത്തും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് റൊമാൻറ്റിക് പോയറ്റ് എന്ന പേരിൽ അറിയപ്പെട്ട ആരാണ്? വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, ഹു ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ ചൈൽഡ് ഓഫ് റിനൈസൻസ്? നവോത്ഥാനത്തിന്റെ ശിശു എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ഹു ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ചൈൽഡ് ഓഫ് റിനൈസൻസ്? ആ ചൈൽഡ് ഓഫ് റിനൈസൻസ് എന്നുള്ള ഒന്ന് അണ്ടർലൈൻ ചെയ്ത് എഴുതി വെക്കാം. മാർലോ, നോ. മിൽട്ടൺ, നോ. സ്പെൻസർ, ദ റൈറ്റ് ആൻസർ. ജോൺസൺ, നോ. അപ്പോ സ്പെൻസർ ഈസ് നോൺ ആസ് ദ ചൈൽഡ് ഓഫ് റിനൈസൻസ്. നവോത്ഥാനത്തിന്റെ ഒരു ശിശു ആയിക്കൊണ്ട് അറിയപ്പെടുന്ന ആരാണ്? സ്പെൻസറാണ്. പോയറ്റ് എന്ന പേരിലും അറിയപ്പെടുന്ന ആര് തന്നെയാണ്? സ്പെൻസർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ടെൽസ് മാക്ബത്ത്? ഇതെല്ലാം നിങ്ങളുടെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. മാക്ബത്തിനോട് ഇങ്ങനെ പറയുന്ന ആരാണ്? ദ ക്യൂൻ മൈ ലോർഡ് ഈസ് ഡെഡ്. ലാസ്റ്റ് മാക്ഡഫുമായിട്ടുള്ള ഒരു യുദ്ധത്തിലാണ് മാക്ബത്ത് മരിക്കുന്നത്. അവസാനത്തെ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അന്തപുരത്തിൽ നിന്നും ഒരു കൂട്ടം നിലവിളി കേട്ടു. മാക്ബത്ത് പറയുകയാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ മാക്ബത്തിന്റെ ഡയലോഗ്. സിറ്റ്
ഗോ ആൻഡ് ലുക്ക് വാട്ട് ഹാപ്പൻഡ് ദോ. സിറ്റ, ഒന്ന് അന്തപുരത്തിലേക്ക് ചെല്ല്, നോക്ക് അവിടെ എന്താ ഒരു കൂട്ടക്കരച്ചിൽ കേൾക്കുന്നത്, ഒന്ന് അന്വേഷിച്ചു പോയോ. സീറ്റൺ നേരെ മുകളിൽ പോയി. ഞാൻ ഏതോ ക്ലാസ്സിൽ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു, സീറ്റൺ മരണം വരെ മാക്ബത്തിനോടൊപ്പം പരാതി ഒന്നും കൂടാതെ നടന്നു നീങ്ങിയ ഒരു സെർവന്റ് എന്നതിലുപരി ശരിക്കും അദ്ദേഹത്തിന്റെ പടച്ചട്ടകളെല്ലാം കൈകാര്യം ചെയ്യുന്ന, വാളും പടച്ചട്ടകളും എല്ലാം വഹിക്കുന്ന ആളായിരുന്നു സീറ്റൺ. ഒരു സെർവന്റ് ആയിരുന്നു. സീറ്റൺ ആണ്, വിശ്വസ്തനും കൂടിയായിരുന്നു. മാക്ബത്തിന്റെ വിശ്വസ്തനായിരുന്നു ആര്? സീറ്റൺ. അപ്പൊ സീറ്റൺ അന്തപുരത്തിൽ പോയി നോക്കി, ബഹളത്തിന്റെ കാരണം, കൂട്ടക്കരച്ചിലിന്റെ കാരണം അന്വേഷിച്ച് തിരിച്ചു വന്ന് പറയുന്നതാണ്, ദ ക്യൂൻ മൈ ലോർഡ് ഈസ് ഡെഡ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മാക്ബത്തിന്റെ ഓഫ് കോട്ടർ ലൈൻസ് ആണ് പിന്നീട്. അത് ശരിക്കും ഓർമ്മിക്കാം. അത് പറയുന്ന മാക്ബത്തിന്റെ വായിലൂടെ വരുന്നെങ്കിൽ പോലും അത് ഷേക്സ്പിയർ ആണ് അവിടെ. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട്സ് ആൻഡ് ഫ്യൂരീസ് സിഗ്നിഫൈങ് നത്തിങ് എന്നൊക്കെ പറയുന്നത് അവിടെയാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സിവാർഡ്, ദ ഡോക്ടർ, സിറ്റൺ, കെയ്ത്തനസ്. ഇതെല്ലാവരും തന്നെ ഈ നാടകത്തിലെ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും who tells Macbeth the queen my lord is dead, ലേഡി മാക്ബത്ത് മരിച്ചു എന്ന് മാക്ബത്തിനോട് പറയുന്നത് ആരാണ്? സേറ്റൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the poem Tintern Abbey, dearest friend refers to whom do or does Wordsworth address my dearest friend, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര എന്ന്, അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന്, ഫ്രണ്ട് എന്നുള്ള രണ്ടും ആണല്ലോ, ആരെയാണ് ഇവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നത്? അപ്പൊ ടിന്റേൺ ആബി വീണ്ടും എടുത്തു പഠിക്കാം. നേച്ചർ, പ്രകൃതിയാണ്, തെറ്റിദ്ധരിക്കേണ്ട അല്ല. ഡൊറോത്തി, who was Dorothy? Dorothy was the sister of William Wordsworth. Dorothy Wordsworth പെങ്ങളെയാണ് ഇവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. ചില വിഷമ പ്രതിസന്ധികളിലൊക്കെ തന്നെ എപ്പോഴും ആങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു ഡൊറോത്തി വേർഡ്സ്വർത്ത്. അതുകൊണ്ട് തന്നെ വില്യം വേർഡ്സ്വർത്തിന്റെ പല കാവ്യങ്ങളിലും പെങ്ങൾ കടന്നു വരുന്നത്. ടിന്റേൺ ആബിയിൽ പെങ്ങളെ തന്നെ നേരിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻ ദ പോം ടിന്റേൺ ആബി ഡിയറസ്റ്റ് ഫ്രണ്ട് റെഫേഴ്സ് ടു നേച്ചർ അല്ല, ഡൊറോത്തി ആണ്, കോൾറിഡ്ജ് അല്ല, റിവർ വൈ. ഇതെല്ലാം തന്നെ അല്ലെ. കോൾറിഡ്ജ് നമുക്ക് അങ്ങ് മാറ്റി വെക്കാം. കോൾറിഡ്ജ് വാസ് ഫ്രണ്ട് ഓഫ് ഹൂം? വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു, ഒരുമിച്ചായിരുന്നു. അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നേച്ചറും ഡൊറോത്തിയും വൈയും, വൈ മീൻസ് റിവർ. ഓക്കെ, നദിയാണ് ഇംഗ്ലണ്ടിലെ, നദിയിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇത് എഴുതുന്നത്. അപ്പൊ അവിടൊക്കെ ചേർന്ന് വരുന്നുണ്ടെങ്കിലും ഇവിടെ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്ന് റെഫർ ചെയ്തിരിക്കുന്നത് മറ്റാരെയുമല്ല, ഡൊറോത്തി വേർഡ്സ്വർത്തിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who calls poetry the breath and finer spirit of all knowledge? The breath and finer spirit of all knowledge. മലയാളത്തിൽ നമുക്ക് എങ്ങനെ പറയാം? എല്ലാ അറിവിന്റെയും ജീവാത്മാവും പരമാത്മാവുമാണ് കാവ്യമെന്ന്. എല്ലാ അറിവിന്റെയും ജീവാത്മാവും പരമാത്മാവുമാണ് കവിത എന്ന് പറഞ്ഞത് ആരായിരുന്നു? Who calls poetry the breath and finer spirit of all knowledge? Wordsworth. ഓർമ്മിക്കാം, ഷെല്ലി അല്ല, കീറ്റ്സ് അല്ല, കോൾറിഡ്ജ് അല്ല, വേർഡ്സ്വർത്ത് ആണ് അങ്ങനെ ഉരുവിട്ടത്. Poetry is the breath and finer spirit of all knowledge. Poetry is the spontaneous overflow of the powerful emotions. Emotions recollected in tranquility എന്നുള്ള ഡെഫിനിഷനും കൊടുത്ത് ആര് തന്നെയായിരുന്നു? വേർഡ്സ്വർത്ത് തന്നെയായിരുന്നു. Poetry is the spontaneous overflow. ആ spontaneous overflow എന്ന് കേൾക്കുമ്പോൾ തന്നെ വേർഡ്സ്വർത്തിന് ഓർമ്മ വരണം. ഓക്കെ, അപ്പൊ അവിടെ റൈറ്റ് ആൻസർ വേർഡ്സ്വർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 34. Wordsworth calls himself a worshipper of nature in his poem. He was a worshipper of nature that we know well. നമുക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹം പ്രകൃതിയുടെ ഉപാസകനായിരുന്നു, ആരാധകനായിരുന്നു. പക്ഷെ അതല്ല ഇവിടെ ചോദ്യം. ചോദ്യത്തിലേക്ക് നമ്മൾ പോകണം. വേർഡ്സ്വർത്ത് കോൾസ് ഹിംസെൽഫ്, തന്നെ അയാൾ സ്വയം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. എ വർഷിപ്പർ ഓഫ് നേച്ചർ ഇൻ ഹിസ് പോയം. ഇമ്മോർട്ടാലിറ്റി ഓർ ദ പ്രില്യൂഡ്, ടിന്റേൺ ആബി, ഡാഫോഡിൽസ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാം. All these four poems are written by Wordsworth. അത് ആദ്യം അങ്ങനെ പഠിക്കാം. ഇമ്മോർട്ടാലിറ്റി ഓടും, പ്രില്യൂഡും, ടിന്റേൺ ആബിയും, ഡാഫോഡിൽസും ഒക്കെ എഴുതിയ വേർഡ്സ്വർത്ത് ആണ്. അതിൽ ഏതൊരു കവിതയിലാണ് വേർഡ്സ്വർത്ത് തന്നെ തന്നെ ഇങ്ങനെ അഡ്രസ് ചെയ്യുന്നത്? എ വർഷിപ്പർ ഓഫ് നേച്ചർ, ടിന്റേൺ ആബി.
ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സിലബസ് ഉള്ള എല്ലാ കവിതകളും എടുത്ത് 3, 4, 5 പ്രാവശ്യമൊക്കെ പല ആവർത്തിച്ച് എന്ത് ചെയ്യാം, വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോം ടു എ സ്കൈലാർക്ക് വാസ് റിട്ടൺ ബൈ. ടു എ സ്കൈലാർക്ക് ആണ്, ഓർമ്മിക്കണം. സ്കൈലാർക്ക് എന്ന് പറയുമ്പോൾ വാനമ്പാടിയാണ്. നൈറ്റിംഗെയിൽ എന്ന് പറയുമ്പോൾ രാപ്പാടിയാണ്. ടു എ നൈറ്റിംഗെയിൽ ഉണ്ട്, ടു എ സ്കൈലാർക്കും ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കരുത്. Ode to a Nightingale was written by Keats and Ode to a Skylark was written by P.B. Shelley. അപ്പോൾ അത് അപ്പം തന്നെ നോട്ട്ബുക്കിൽ റഫ് ആയിട്ടുള്ള ചില നോട്ട്സ്, കുറുക്കുവഴികൾ നോട്ട്സിൽ ഉണ്ടാക്കി വെക്കാം. സ്കൈലാർക്ക് വാനമ്പാടിക്ക് ഒരു സ്തുതിഗീതം എഴുതിയത് ആരാണ്? ഷെല്ലി ആണെങ്കിൽ നൈറ്റിംഗേൽ രാപ്പാടിക്ക് ഒരു സ്തുതിഗീതം എഴുതിയിരിക്കുന്നത് കീറ്റ്സ് ആണ്. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ക്വസ്റ്റ്യൻ ഇതാണ്. ദ പോം ടു എ സ്കൈലാർക്ക് വാസ് റിട്ടൺ ബൈ P.B. Shelley. Percy Shelley. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ലേ, നെക്സ്റ്റ് വീണ്ടും വന്നിരിക്കുന്നു. ടു എ സ്കൈലാർക്ക് വാസ് റിട്ടൺ ഇൻ. ഏത് വർഷമാണ് അത് എഴുതിയത്? ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1820. ഈ കൊടുത്തിരിക്കുന്ന ഓരോ വർഷവും ആകെ കൺഫ്യൂഷനാണ്, കൂട്ടിക്കുഴച്ചു കൊടുത്തിരിക്കുകയാണ്. കീറ്റ്സും ഷെല്ലിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 1825, 1820, 1815, 1822. The poem to a skylark, Ode to a Skylark was written in 1820. So the right option is option B. Next question. The romantic revival. Revival means coming back. തിരിച്ചു വരവ്. The romantic revival in English poetry was influenced by. ആംഗലേയ കാവ്യങ്ങളിലെ റൊമാൻറ്റിക് റിവൈവൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത് നോക്കുക. ഗ്ലോറിയസ് റവല്യൂഷൻ ഓഫ് 1688, ഫ്രഞ്ച് റവല്യൂഷൻ, റിഫോർമേഷൻ, ഓക്സ്ഫോർഡ് മൂവ്മെന്റ്. ഇറ്റ് വാസ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ ആണ്, ഫ്രഞ്ച് വിപ്ലവം ഇംഗ്ലണ്ടിലെ കാവ്യങ്ങളിൽ റൊമാൻറ്റിസത്തിന്റെ തിരിച്ചുവരവിന് പ്രചോദനമായത് ഫ്രഞ്ച് റവല്യൂഷനാണ്. ഓർമ്മിക്കുക, ഫ്രഞ്ച് റവല്യൂഷന്റെ സ്ലോഗൻ അറിയാലോ, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി. ഒന്നുകൂടെ ഓർമ്മിക്കുക. The slogan of French Revolution was liberty, equality and fraternity. ഒരു സ്പിരിറ്റ് ഓഫ് ഫ്രീഡം, മനസ്സിലായോ? സ്വാതന്ത്ര്യത്തിനോടുള്ള ആ സ്പിരിറ്റ്, അഭിവാഞ്ജയുണ്ടല്ലോ, അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇംഗ്ലീഷ് കാവ്യങ്ങളിൽ റൊമാൻറ്റിക് റിവൈവൽ എന്ത് ചെയ്യുന്നത്, തിരിച്ചെത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following tragedy is not written by Shakespeare? ഇതില് ഒരു ട്രാജഡി ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളതല്ല. ഷേക്സ്പിയറിന്റെ 4 ട്രാജഡികൾ ഏതൊക്കെയാണെന്ന് യു നോ വെൽ. മാക്ബത്ത്, ഹാംലെറ്റ്, കിങ് ലിയർ ആൻഡ് ഒഥെല്ലോ. ഷേക്സ്പിയറിന്റെ ക്ലാസിക്കൽ ട്രാജഡീസ് ആണ്. ഏതൊക്കെയാണ്? മാക്ബത്ത്, ഹാംലെറ്റ്, കിങ് ലിയർ. കിങ് ഈഡിപ്പസ് വാസ് റിട്ടൺ ബൈ സോഫോക്ലീസ്. സോഫോക്ലീസ് എഴുതിയിരിക്കുന്ന പഴയ ഗ്രീക്ക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഏൻഷ്യന്റ് ഗ്രീക്ക് ട്രജേഡിയൻ ആയിരുന്നു ആര്? സോഫോക്ലീസ്. സോഫോക്ലീസ് എഴുതിയിരിക്കുന്ന നാടകത്തിന്റെ പേരാണ് കിങ് ഈഡിപ്പസ്. ബാക്കി 3 നാടകവും എഴുതിയത് വില്യം ഷേക്സ്പിയറിനാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാജഡി ഈസ് നോട്ട് റിട്ടൺ ബൈ ഷേക്സ്പിയർ? ആൻസർ ഈസ് ദ ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who wrote Beauty is Truth and Truth Beauty? That is all you know and you need to know. സൗന്ദര്യമാണ് സത്യം, സത്യമാണ് സൗന്ദര്യം. നമ്മളെ ഇന്ത്യൻ ക്ലാസിക്സിന്റെ ഒരു എന്താണ്? സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം എന്നുള്ളൊരു കാഴ്ചപ്പാട്. അതേ രീതിയിൽ ബ്യൂട്ടി ഈസ് ട്രൂത്ത്, സൗന്ദര്യമാണ് സത്യം, സത്യമാണ് സൗന്ദര്യം. അതായത് സത്യമുള്ളിടത്ത് സൗന്ദര്യമുണ്ട്, സൗന്ദര്യമുള്ളിടത്ത് സത്യമുണ്ട്. നമുക്ക് ഇന്ന് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ആരാണ് ഇങ്ങനെ എഴുതിയത്? ഓഡ് ഓൺ എ ഗ്രീഷ്യൻ എന്നുള്ള കവിതയുടെ അവസാനത്തെ വരിയുടെ തൊട്ട് മുമ്പുള്ള വരി ഇതാണ്. മനസ്സിലായി? അവസാനത്തെ 2 വരി ഞാൻ ഒന്നുകൂടെ വായിക്കാം. ബ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ബ്യൂട്ടി, ദാറ്റ് ഈസ് ഓൾ യു നോ ആൻഡ് ഓൾ യു നീഡ് നോ. കവികൾ കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശമാണ്. സൗന്ദര്യമാണ് സത്യം, സത്യമാണ് സൗന്ദര്യം. നിങ്ങൾ കവികൾ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം കാവ്യരചന നടത്തേണ്ടത്. ആരാണ് ഇങ്ങനെ എഴുതിയത്? ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ വാസ് റിട്ടൺ ബൈ കീറ്റ്സ്. ഗ്രീഷ്യൻ ഏണിലെ അവസാനത്തെ 2 വരിയാണെന്ന് പറഞ്ഞു, അതിലൊരു വരിയാണത്. അപ്പൊ കീറ്റ്സ് എഴുതിയിട്ടുള്ള കാവ്യമാണ് ഗ്രീഷ്യൻ ഏൺ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ജോൺ കീറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് വോർ
or poem do you read? Beauty is truth and truth beauty. പറഞ്ഞു കഴിഞ്ഞു. ഈ ഏതൊരു കൃതിയിലാണ് അല്ലെങ്കിൽ ഏതൊരു വോക്കിലാണ് നിങ്ങൾ ഈ വരികൾ വായിക്കുക? അഡോണൈസ്? നോ. പക്ഷെ അതോടൊപ്പം ഓർമ്മിക്കുക, അഡോണൈസ് വാസ് റിട്ടൺ ബൈ PB ഷെല്ലി. ഇറ്റ്സ് ആൻ എലിജി ഓവർ ദ ഡെത്ത് ഓഫ് ഹും എന്നുള്ളതാണ് കീറ്റ്സ്. കീറ്റ്സ് മരിച്ചു കഴിഞ്ഞപ്പം കീറ്റ്സിനെ സ്മരിച്ചുകൊണ്ട് ഷെല്ലി എഴുതിയിരിക്കുന്ന ഒരു വിലാപകാവ്യമാണ് അഡോണൈസ്. അപ്പൊ അതും കൂടെ ഓർമ്മിക്കുക, അഡീഷണൽ ആയിട്ട് പറഞ്ഞിരുന്നത്. അഡോണൈസ് എഴുതിയിരിക്കുന്നത് ഷെല്ലിയാണ്. അഡോണൈസ് ആരുടെ മരണത്തിന് ബേസ് ചെയ്തുകൊണ്ടാണ്? കീറ്റ്സിന്റെ. ബോത്ത് ഓഫ് ദം, കീറ്റ്സ് ആൻഡ് ഷെല്ലി, ബിലോങ് ടു ദ റൊമാൻറ്റിക് ഏജ്. അതല്ല നമ്മുടെ ഉത്തരം. ലാബെൽ ഡെയിം സാൻസ് മെഴ്സി ഈസ് എ പോം. ആരെഴുതി? അല്പം പോലും ദയയില്ലാത്ത സുന്ദരി. ഫ്രഞ്ച് ടൈറ്റിലാണ്. ആ പോം എഴുതിയിരിക്കുന്നത് കീറ്റ്സ് ആണ്. അഡോണൈസ് എഴുതിയിരിക്കുന്ന ആരാണ്? ഷെല്ലിയാണ്. ആരുടെ മരണത്തിന് മരണമൊന്നും എഴുതിയാണ്? കീറ്റ്സിന്റെ. ലാബെൽ ഡെയിം സാൻസ് മെഴ്സി, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓർമ്മിക്കാം. ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് പിറ്റി. ല മീൻസ് ദ, ബെൽ മീൻസ് ബ്യൂട്ടിഫുൾ, ഡെയിം മീൻസ് ലേഡി, സാൻസ് മീൻസ് വിത്തൗട്ട്, മെഴ്സി മീൻസ് പിറ്റി. ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് പിറ്റി, അത് എഴുതിയിരിക്കുന്നത് കീറ്റ്സ് ആണ്. ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏണും എഴുതിയിരിക്കുന്നത് ആര് തന്നെയാണ്? കീറ്റ്സ് തന്നെയാണ്. അപ്പൊ ബ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ബ്യൂട്ടി, ദ ലൈൻ അപ്പിയേഴ്സ് ഇൻ ഹിസ് ഗ്രീഷ്യൻ ഏൺ. കീറ്റ്സിന്റെ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ എന്നുള്ള കാവ്യത്തിലാണ് ഈ വരി പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഷേക്സ്പിയേഴ്സ് ലോങ്സ്റ്റ് പ്ലേ? ദാറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഷേക്സ്പിയറിന്റെ ഏറ്റവും നീണ്ട നാടകമായി കൊണ്ട് കണക്കാക്കപ്പെടുന്ന, ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്കാം, മാക്ബത്ത്, ഒഥല്ലോ, കിങ് ലിയർ, ഹാംലെറ്റ്. ഈ നാലും തന്നെ ഷേക്സ്പിയറിയൻ ട്രാജഡീസ് ആണ്. മാക്ബത്ത്, ഒഥല്ലോ, കിങ് ലിയർ, ഹാംലെറ്റ്. നിരൂപകര് ഷേക്സ്പിയറിന്റെ ലോങ്സ്റ്റ് പ്ലേ ആയിക്കൊണ്ട് കണക്കാക്കപ്പെടുന്നത് ഹാംലെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഈസ് നെയ്മഡ് ഓർ ടേംഡ് ആസ് ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റിനൈസൻസ്? നവോത്ഥാനത്തിന്റെ ഉദയ നക്ഷത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റിനൈസൻസ് എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? സ്പെൻസർ, ചോസർ, മിൽട്ടൺ, ഷേക്സ്പിയർ. Of course, Chaucer is known as the morning star of Renaissance. Renaissance in the morning star എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ചോസർ. Okay, next question. How many lines are there in a sonnet? പല ക്ലാസ്സിലും പറഞ്ഞിരിക്കുന്നതാണ്, എന്നിരുന്നാലും കുട്ടികൾ ശ്രദ്ധിക്കാതെ തെറ്റിക്കും. A sonnet is a short poem of 14 lines. 14 വരികൾ ഉൾക്കൊള്ളുന്ന കൊച്ചു കാവ്യങ്ങളാണ് സോണറ്റുകൾ അല്ലെങ്കിൽ ഗീതകങ്ങൾ. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ലൈൻസ് ആർ there in a sonnet? 14 lines. 14 വരി ഉൾക്കൊള്ളുന്ന കാവ്യങ്ങളാണ് സോണറ്റുകൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ode on a Grecian urn examines the close relationship between. ഗ്രീഷ്യൻ ഏൺ പരിശോധിക്കുന്ന എന്തോ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ക്ലോസ് ആയിട്ടുള്ള ബന്ധത്തിനെയാണ്. ഗോഡ് ആൻഡ് നേച്ചർ, നേച്ചർ ആൻഡ് മാൻ, മാൻ ആൻഡ് വുമൻ, ആർട്ട്, ബ്യൂട്ടി ആൻഡ് ട്രൂത്ത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഓർമ്മിച്ചാൽ മതി. ബ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഈസ് ബ്യൂട്ടി. ഗ്രീഷ്യൻ ഏൺ ഈസ് റിട്ടൺ ബൈ കീറ്റ്സ്. കീറ്റ്സിന്റെ കവിത അവസാനിക്കുന്നത് ബ്യൂട്ടി ഈസ് ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ബ്യൂട്ടിയാണ്. അപ്പോ ഇതിൽ പ്രധാന പ്രമേയം ആര് തമ്മിലുള്ള ബന്ധമാണെന്ന്. ഗോഡ് ആൻഡ് നേച്ചർ, ദൈവവും പ്രകൃതിയും, നോ. നേച്ചർ ആൻഡ് മാൻ, മനുഷ്യനും പ്രകൃതിയും, നോ. മാൻ ആൻഡ് വുമൺ, സ്ത്രീ പുരുഷനും തമ്മിലുള്ള ബന്ധമാണോ? നോ. ആർട്ട്, ബ്യൂട്ടി ആൻഡ് ട്രൂത്ത്. വാട്ട് ഈസ് ഓർ വാട്ട് ആർ ദ റിലേഷൻസ് ബിറ്റ്വീൻ ദം? കലയും സൗന്ദര്യവും സത്യവും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചാണ് ഇതിൽ ഒരു അന്വേഷണം ആര് നടത്തുന്നത്? കീറ്റ്സ് നടത്തുന്നത്. ഓക്കെ, heard melodies are sweet but those unheard are sweeter. കേട്ട പാട്ട് കേൾക്കാൻ മധുരമുള്ളതാണ്, കേൾക്കാനുള്ളതോ അതിമധുരവും. അതിനർത്ഥം എന്താണ്? ഇമാജിനേഷൻ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റിയാലിറ്റി. റിയാലിറ്റി മേ ഡിസപ്പോയിന്റ് യു ബട്ട് ഇമാജിനേഷൻ വിൽ നെവർ. ഓർമ്മിക്കുക, യാഥാർത്ഥ്യം ചിലപ്പോൾ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം, പക്ഷെ ഭാവന നിരാശപ്പെടുത്തില്ല. ഭാവന എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? സന്തോഷം നൽകിക്കൊണ്ടേയിരിക്കും. ഇമാജിനേഷൻ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ റിയാലിറ്റി. ഓക്കെ, അത് മറ്റു രീതിയിൽ പറഞ്ഞതാണ്.
അതായത് നിങ്ങൾ കേട്ട ഒരു പാട്ട് വീണ്ടും കേൾക്കുമ്പോൾ അതിന് സ്വീറ്റ്നെസ് ഉണ്ട്, സൗന്ദര്യമുണ്ട്. പക്ഷെ കേൾക്കാത്ത നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ സ്വീറ്റ് ആയിരിക്കും. ഇവിടെ സ്വീറ്റർ എന്നുള്ള കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി വരികൾ കൂടെ ഞാൻ പൂർത്തിയാക്കുന്നത് നോക്കിക്കോളൂ. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്ന വരികളായിരുന്നു ഇതൊക്കെ. Heard melodies are sweet, but those unheard are sweeter. So is hope I play on, not to the sensual ear, but more entered spirit of mind. മലയാളത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, നോട്ട് ആക്യുറേറ്റ്ലി. കേട്ട പാട്ട് കേൾക്കാൻ മധുരമുള്ളതാണ്, കേൾക്കാനുള്ളതോ അതിമധുരവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പുല്ലാങ്കുഴലെ, നീ നിന്റെ വീജികൾ, സംഗീത വീജികൾ ആലപിക്കുക. എന്റെ കാതാകുന്ന ചെവിയാകുന്ന ഇന്ദ്രിയത്തിലേക്കല്ല, ആത്മാവിലേക്കെന്ന്. കുറച്ചുകൂടെ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയ ആത്മാവ് കൊണ്ടാണ് എന്ന്. ഓക്കെ, ഇത് ഏതൊരു കാവ്യത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ടു എ സ്കൈലാർക്ക്, ഗ്രീഷ്യൻ ഓഡ്, നൈറ്റിംഗേൽ, ടിൻറ്റൻ ആബി. ടു എ സ്കൈലാർക്ക് വാസ് റിട്ടൺ ബൈ ഷെല്ലി. ഗ്രീഷ്യൻ ഏൺ വാസ് റിട്ടൺ ബൈ കീറ്റ്സ്. നൈറ്റിംഗേൽ വാസ് റിട്ടൺ ബൈ കീറ്റ്സ്. ടിൻറ്റൻ ആബി വാസ് റിട്ടൺ ബൈ വേർഡ്സ്വർത്ത്. ബട്ട് ദിസ് ലൈൻ ഈസ് ടേക്കൺ ഫ്രം ഗ്രീഷ്യൻ ഏൺ. ഗ്രീഷ്യൻ ഏണിലെ സെക്കൻഡ് സ്റ്റാൻസ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 46. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടാണ്. I am superior than him, I am superior than he, I am more superior than him, I am superior to him. Inferior, superior, prior, prefer എന്നുള്ളത് അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ്. പിന്നെ അതിന്റെ മുമ്പിൽ മോർ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ പ്രയർ, PRIOR, പ്രയർ, പ്രിഫർ, ആന്റീരിയർ, എക്സ്റ്റീരിയർ, സീനിയർ, ജൂനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, അവർക്ക് മുമ്പിൽ മോർ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അവർക്ക് ശേഷം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ടു ആണ്. സോ ദ കറക്റ്റ് സെന്റൻസ് ഈസ് ഐ ആം സുപ്പീരിയർ ടു ഹിം. ഓപ്ഷൻ ഡി, ഐ ആം സുപ്പീരിയർ. സുപ്പീരിയറിന് ശേഷം ദാൻ ഉപയോഗിക്കാൻ പാടില്ല, കമ്പാരിസൺ തെറ്റാണ്. ഐ ആം സുപ്പീരിയർ ദാൻ ഹി, ദാൻ വീണ്ടും തെറ്റാണ്. ഐ ആം മോർ സുപ്പീരിയർ, സുപ്പീരിയറിന്റെ മുമ്പിൽ ഒരിക്കലും മോറിന്റെ ആവശ്യമില്ല, കാരണം സുപ്പീരിയർ എന്നുള്ളത് തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ, ഐ ആം സുപ്പീരിയർ ടു ഹിം. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആന്റീരിയർ, പ്രയർ, പ്രിഫർ എന്നുള്ള പദങ്ങൾക്ക് ശേഷം ടു മാത്രമേ ഉപയോഗിക്കാവൂ. അത് ഗ്രാമറിലെ ഒരു നിയമമാണ്. ഈ പറഞ്ഞിരിക്കുന്ന പദങ്ങൾക്ക് മുമ്പിൽ മോർ ഉപയോഗിക്കാനും പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ വെയിറ്റഡ് ഡാഷ് അവർ. ഹിയർ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട എ അവർ വേണോ, എൻ അവർ വേണോ, ദ അവർ വേണോ? ഇവിടെ അവർ എന്നുള്ളതിൽ എച്ച് സൈലന്റ് ആണ്. സോ അവർ, ആ, ഇറ്റ്സ് എ വവൽ സൗണ്ട്. അതുകൊണ്ട് ഐ വെയിറ്റഡ് എൻ അവർ, അവർ, ഓണസ്റ്റ്, ഓണറബിൾ എന്നീ പദങ്ങളിൽ എച്ച് സൈലന്റ് ആയതോടുകൂടി ഒന്ന് എന്നുള്ള അർത്ഥം വരികയാണെങ്കിൽ അവിടെ എൻ ആണ് ഉപയോഗിക്കേണ്ടത്. എൻ അവർ, എൻ ഓണസ്റ്റ് മാൻ, എൻ ഓണറബിൾ മെരിറ്റ്. പക്ഷേ എ ഹോട്ടൽ, എ ഹിസ്റ്ററി ബുക്ക്, അവിടെ ഓർമ്മിക്കുക. എ ഹോസ്പിറ്റൽ, അവിടെ എച്ചിന് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. എ ഹോസ്പിറ്റൽ, എ ഹിസ്റ്ററി ബുക്ക്, എ ഹോട്ടൽ. പക്ഷെ എൻ അവർ, എൻ ഓണറബിൾ മാൻ, എൻ ഓണറബിൾ മെറിറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ റൈറ്റ് ആൻസർ എന്താണ്? ഐ വെയിറ്റഡ് എൻ അവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48. യു ഷുഡ് അബ്സ്ട്രെയിൻ ഡാഷ് ഓൾ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. അബ്സ്റ്റെയിൻ ഫ്രം, ഓർമ്മിക്കുക, എല്ലാ ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്നും മാറി നിൽക്കണം. അബ്സ്റ്റെയിൻ ഫ്രം. ചില കൊലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൊലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില പദങ്ങളോടൊപ്പം ചില പദങ്ങൾ അല്ലെങ്കിൽ പ്രിപ്പോസിഷനെ കൂടി ചേരുകയുള്ളൂ. അതാണ് കൊലൊക്കേഷൻ എന്ന് പറയാൻ. ഡു സൂയിസൈഡ് എന്ന് പറയാറില്ല, കമ്മിറ്റ് സൂയിസൈഡ് എന്നേ പറയുള്ളൂ. മേക്ക് ബെഡ് എന്നാ പറയാറ്. മനസ്സിലായില്ലേ? അതേ രീതിയിൽ അബ്സ്റ്റെയിനോടൊപ്പം കൊളൊക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ് അബ്സ്റ്റെയിൻ ഫ്രം. യു ഷുഡ് അബ്സ്റ്റെയിൻ ഫ്രം all alcoholic drinks. So the right option is option B. Next question. If you went there dash meet him, you dash meet him. നീ അവിടെ പോയിരുന്നുവെങ്കിൽ you will meet him, you shall meet him, you may meet him, you could or you would meet him is the right. if clause ആയിട്ട് ബന്ധപ്പെട്ടാണ്. മനസ്സിലായി? കാരണം if clause past tenseലാണ് went. അതുകൊണ്ട് നമുക്ക് മെയിൻ ക്ലോസിൽ കുഡോ വുഡോ രണ്ടും കറക്റ്റ് ആണ്. ഇപ്പൊ നോക്കിക്കോളൂ. ഇഫ് ഐ സ്റ്റഡീഡ് വെൽ ഐ വുഡ് പാസ്, അല്ലെങ്കിൽ ഐ കുഡ് പാസ്. ഇഫ് ഐ സ്റ്റഡീഡ് വെൽ,
അവിടെ സ്റ്റഡി എന്നുള്ള പാസ്റ്റ് ആയതുകൊണ്ട് ഐ വുഡോ ഐ കുഡോ വെച്ച് കൊടുക്കാം. അതേ രീതിയിൽ ഇഫ് യു വെന്റ് ദോ, നീ അവിടെ പോയിരുന്നുവെങ്കിൽ, വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ ഒരിക്കലും വിൽ, ഷാൾ, മേ മൂന്നും പ്രസന്റ് അർത്ഥമാണ്. പിന്നീട് നമ്മൾ ഉപയോഗിക്കേണ്ടത് കുഡ് അല്ലെങ്കിൽ വുഡ് ആണ്. ഓക്കെ, ഈ ഒരു സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആന്റണിം ഓഫ് ദ വേർഡ് കോൺവിക്റ്റ്. ഇറ്റ്സ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ആന്റണിം വിപരീത പദമാണ്, ഓപ്പോസിറ്റ് ആണ്. സിനണിം പര്യായമാണ്. ദ ആന്റണിം ഓഫ് ദ വേർഡ് കോൺവിക്റ്റ്. കോൺവിക്റ്റ് എന്നുള്ള ഇവിടെ നൗൺ ആയിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്, വേർബ് ആയിക്കൊണ്ടാണ്. ഓക്കെ, കോൺവിക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നൗൺ ആണ്, കൺവിക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ വേർബ് ആണ്. ഓർമ്മിക്കാം, കോൺവിക്റ്റ് നൗൺ ആണ്, കുറ്റവാളി. കൺവിക്റ്റ് വേർബ് ആണ്, കുറ്റം ആരോപിക്കപ്പെടുക അല്ലെങ്കിൽ കുറ്റം ചുമത്തപ്പെടുക. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, കുറ്റവിമുക്തനാക്കുക. അക്യൂട്ട് ഈസ് ദ റൈറ്റ് വേർഡ്. അപ്പൊ കൺവിക്റ്റ് എന്നുള്ളതിന്റെ ആന്റണി, വിപരീത പദം എപ്പോഴും എന്താണ്? അക്യൂട്ട്. കൺവിക്റ്റ് കുറ്റം ആരോപിക്കപ്പെടുക, കുറ്റം ചുമത്തപ്പെടുക. അക്യൂട്ട് മീൻസ് കുറ്റവിമുക്തനാകുക, റിലീസ് ചെയ്യുക. Okay, so acute is the right answer. Okay, then we shall meet in our next class. You are welcome. Okay.